അറബി പഠിക്കാത്ത ആളാണെന്ന് കരുതി എഴുതി തള്ളണ്ട. അവനക്ക് ആ ഭാഷ പഠിക്കാൻ സൗകര്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് അജമികളാണെങ്കിൽ അവർക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാര് പറയുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ബദാഇഉസ് സനാഇ എന്ന ഗ്രന്ഥത്തില്, ഈ ബദാഇഉസ് സനാഇ എന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥം നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമല്ല. ഇതിന്റെ രചയിതാവാരാണെന്നറിയുമോ? ഇവിടെയുള്ള സുന്നികൾ അംഗീകരിക്കുന്ന, അവർ പല ആവർത്തി തെളിവുകളായി പൊക്കിപ്പിടിക്കുന്ന ഗ്രന്ഥമാണ് ബദാഇഉസ് സനാഇ. അതിന്റെ മുസന്നിഫ് അൽ ഇമാം അലാഉദ്ദീൻ അബീ ബക്കർ സുഊദ് അൽ കാസാനി എന്ന ആളാണ്. അൽ കാസാനിയുടെ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പണ്ഡിതന്മാർ ഉയർത്തിപ്പിടിക്കാറുണ്ടല്ലോ. ഈ കാസാനി പറയുകയാണ്, ആ പറയുന്ന മസ്അലയുടെ ആദ്യ ഭാഗം ഞാനൊന്ന് പറഞ്ഞു തരാം. അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്ന മസ്അല, നമസ്കരിക്കുമ്പോ ഖുർആൻ ഓതുന്നതിന് പകരം ഈ കാസാനി അദ്ദേഹത്തിന്റെ ബദാഇഉസ് സനാഇയിൽ പറയുന്നു. അദ്ദേഹം പറയുന്ന മസ്അല ഇങ്ങനെയാണ്, അതായത് നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നതിന് പകരം തൗറാത്തോ സബൂറോ ഇഞ്ചീലോ ഓതുന്ന മസ്അലയാണ് അദ്ദേഹം പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് വഅലാ ഹാദൽ ഖിലാഫ്, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നർത്ഥം. അത് പറയുമ്പോൾ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. ഒരു 80-85 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 70 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള സുന്നികളുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസവും പഴയകാല പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഖുതുബ മാതൃഭാഷയിൽ വേണോ അല്ലയോ എന്നല്ല, നിസ്കാരം മാതൃഭാഷയിൽ വേണോ അല്ലയോ എന്നായിരുന്നു അന്നത്തെ ചർച്ച. അത് പോയി. നിസ്കാരം മാതൃഭാഷയിൽ വേണോ വേണ്ടയോ എന്ന് ചർച്ചയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് ഖുതുബ മാതൃഭാഷയിൽ വേണോ ഇല്ലയോ എന്നതിലേക്ക് മാറി. എന്തുമാകട്ടെ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വഅലാ ഹാദൽ ഖിലാഫ്, ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ മേൽ ഇദാ തശഹദ, ആരെങ്കിലും കലിമത്ത് തൗഹീദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല തശഹുദിന്റെ വാചകം ചൊല്ലി, ഔ ഖതബ, അല്ലെങ്കിൽ ഒരാള് ഖുതുബ നടത്തി, നിക്കാഹിന്റെ ഖുതുബയല്ല, അത് പറയുമെന്നറിയാം, അതുകൊണ്ടാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഖുതുബ നടത്തുകയോ അല്ലെങ്കിൽ കലിമത്ത് തൗഹീദിന്റെ ഷഹാദത്ത് കലിമയുടെ വാക്ക് ഉച്ചരിക്കുകയോ ചെയ്തു, ഏത് ഭാഷയിൽ? ബിൽ ഫാരിസിയത്തി, പേർഷ്യൻ ഭാഷയിൽ, ഫ്രഞ്ച് ഭാഷയിൽ ഒരാൾ ഖുതുബ നടത്തി. വലൗ അമ്മന ബിൽ ഫ്രാൻസിയത്തി, ഫ്രഞ്ച് ഭാഷയിൽ ഒരാൾ ആമീൻ പറഞ്ഞു. ഔ സമ്മ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയത്തി, അറക്കണ സമയത്ത് ഫാരിസി ഭാഷയിൽ അല്ലാഹുവിന്റെ പേര് പറഞ്ഞു. ഔ ലബ്ബ ഇൻദൽ ഇഹ്റാമി ബിൽ ഫാരിസിയത്തി, ഇഹ്റാം കെട്ടിയപ്പോൾ തൽബിയത്ത് ചൊല്ലി, ലബ്ബൈക അല്ലാഹുമ്മയ്ക്ക് പകരം പേർഷ്യൻ ഭാഷയിൽ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി. ഔ ബി അയ്യി ലിസാനിൻ കാന, പേർഷ്യൻ ഭാഷ എന്നല്ല ഏത് ഭാഷയാകട്ടെ, യജൂസു, ജായിസാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ബിൽ ഇജ്മാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ഇജ്മാ അനുസരിച്ച് ഫ്രഞ്ച് ഭാഷയിലാകട്ടെ ഏത് ഭാഷയിലാകട്ടെ ഖുതുബയോ തശഹുദോ ആമീനോ നടത്തിയാൽ അത് ജായിസാണെന്നാണ് ബഹുമാനപ്പെട്ട ഇവരുടെ പണ്ഡിതൻ, ഇവർ ഉയർത്തിപ്പിടിക്കുന്ന കാസാനി പോലും ബദാഇഉസ് സനാഇയിൽ പറയുന്നത്. ഇത്തരം എത്ര ഒട്ടനവധി ഉദ്ധരണികളുണ്ട്. ആ ഉദ്ധരണികൾ മുഴുവനും കണ്ടില്ലെന്ന് നടിച്ചിട്ട് ഖുതുബയുടെ വിധി ഇന്നെന്താ? അത് നിങ്ങൾ കേൾക്കണം. ഖുതുബയുടെ വിധി ഇന്ന് ഷാഫി മദ്ഹബില് 2 വിധിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. ഷാഫി പണ്ഡിതന്മാര്, കേരളത്തിലുള്ള ഷാഫി മുസ്ലിയാക്കന്മാര് ഖുതുബയുടെ വിധി പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 1947 മീഞ്ചന്ത പ്രമേയം, അതിനെക്കുറിച്ച് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചല്ലോ. കുപ്രസിദ്ധമായ മീഞ്ചന്ത പ്രമേയം. ആ പ്രമേയത്തിലാണ് ഖുതുബയുടെ ഭാഷയെക്കുറിച്ച് പറയുന്നത്. സുന്നി വൈസാണ് അതിനെ എടുത്തു തെളിച്ച് പറയുന്നത്. 1979 നവംബർ 30 കുറിച്ച് പറയുകയാണ്. മീഞ്ചന്തയിൽ വെച്ച് കൂടിയ സമ്മേളനത്തിലാണ് ഖുതുബ പരിഭാഷയെക്കുറിച്ചുള്ള പ്രമേയം സമസ്ത അംഗീകരിച്ചത്. എന്നിട്ട് അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇടയിൽ അന്നേയുള്ള അഭിപ്രായ വ്യത്യാസം അത് തുറന്നു കാണിക്കുന്നുണ്ട്. ചിലത് പറഞ്ഞു ഹറാമാണെന്ന് മറ്റൊക്കെ പറയണമെന്ന്. എന്നാ പ്രിയമുള്ളവരെ, EK അസ്സം മുസ്ലിയാരടക്കമുള്ള ആ കാലഘട്ടത്തിലുള്ള അവരുടെ പണ്ഡിതന്മാര് ഹറാമാണെന്ന് ഫത്വ കൊടുത്തു. എന്നാൽ
സമസ്തയിൽപ്പെട്ട സമസ്തയുടെ അതേ മദ്ഹബ് അംഗീകരിക്കുന്ന, സമസ്തയുടെ അതേ തരീഖത്ത് അംഗീകരിക്കുന്ന, സമസ്തയുടെ അതേ ആശയം വെച്ച് പുലർത്തുന്ന അഭിപ്രായ വ്യത്യാസം ഏതിന് മാത്രമേ അവർ തമ്മിലുള്ളൂ? മൈക്കയിൽ ഖുത്ബ ഓതണോ വേണ്ടയോ, അതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. മൈക്കിൽ ഓതിയാൽ ഖുത്ബ സഹിയാകൂല എന്ന് വാദിക്കുന്ന സമസ്ഥാനക്കാര്, അവർക്ക് ഖുത്ബ പരിഭാഷ മാതൃഭാഷയിലുള്ള ഖുത്ബയുടെ വിധി എന്താ? ഖിലാഫുൽ ഔലയാണ്. സമസ്തയ്ക്കോ ഹറാമാണ്. രണ്ടുപേരുടെയും മദ്ഹബ് ഏതാ? ഷാഫി മദ്ഹബ്. രണ്ടുപേരുടെയും തരീഖത്ത് ഏതാ? അശ്അരി തരീഖത്ത്. രണ്ടുപേരുടെയും ആശയം ഏതാ? സുന്നി ആശയം. അഭിപ്രായ വ്യത്യാസം ഏതിനാ? മൈക്കിൽ ഖുത്ബ ഓതണോ വേണ്ടയോ, ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ചില കൂട്ടർക്ക് മൈക്ക് അലർജി ആയിരിക്കും, മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ ചുമയും ജലദോഷമൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് വേണ്ട എന്ന വാദത്തിന്റെ പേരിലാണ് അവർ ഖുത്ബ മൈക്കിൽ വേണ്ട എന്ന് വാദിച്ചത് എന്നാണ് അനുമാനം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരേ മദ്ഹബ് അംഗീകരിക്കുന്ന ഒരേ ആശയക്കാര്, ആ ഒരേ ആശയത്തിൽ ഒരാന എന്ന് സമസ്തയുടെ പുറകെ ചേർത്ത് എന്ന ഒറ്റ കാരണം കൊണ്ട് ഹുക്മ് മാറി. ഹറാം എന്ന ഹുക്മ് ഖിലാഫുൽ ഔലയായി. എന്താ ഖിലാഫുൽ ഔലയുടെ അർത്ഥം? നല്ലതിനെതിരെ വേണമെങ്കിൽ ആകാം. അപ്പോ ഖുത്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ഖുത്ബ മാതൃഭാഷയിൽ നടത്തണമെന്ന്